ൾക്ക് നേരെയും സദാചാര ഗുണ്ടകളുടെ ആക്രമണം പതിവാണ്. ഇതിനെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. കോൺഗ്രസ് നേതാവ് വത്സല പ്രസന്നകുമാർ BJPയിൽ ചേർന്നു. പറവൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർപേഴ്സൺ ആയിരുന്നു പ്രസന്നകുമാർ. മാരാർജി ഭവനിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ച് വത്സല പ്രസന്നകുമാറിനെ സ്വീകരിച്ചു. BJPയുടെ വികസന പ്രവർത്തനങ്ങളാണ് തന്നെ ആ പാർട്ടിയിലേക്ക് ആകർഷിച്ചത് എന്ന് വത്സല പ്രസന്നകുമാർ പറഞ്ഞു. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മാറ്റങ്ങളുടെ വലിയ പരമ്പര തന്നെയാണ് എന്ന് വത്സല പ്രസന്നകുമാർ അവകാശപ്പെട്ടു. BJPയിൽ അംഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്നും വത്സല പ്രസന്നകുമാർ കൂട്ടിച്ചേർത്തു. വത്സല പ്രസന്നകുമാറിൻ്റെ രാഷ്ട്രീയ പരിചയം BJPക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കിയത്. കേരളത്തിൻ്റെ പേര് കേരള എന്നത് മാറ്റിയിട്ട് കേരളം എന്ന് ആക്കാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഭരണഘടനയിൽ കേരളയ്ക്ക് പകരം കേരളം എന്ന് നിർദ്ദേശിക്കുന്ന ബില്ലാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസായ സേവാ തീർത്തിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഭരണഘടനാ ഭേദഗതി ബിൽ ബജറ്റ് സമ്മേളനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. കേരള എന്ന് ഇംഗ്ലീഷിലും കേരൾ